ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെയായിരുന്നു കഴിഞ്ഞ കോച്ചിങ്ങിൽ ചെയ്തിരുന്നത്. അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് കമൻറ്റ് ബോക്സിലിടും. അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് വെച്ച് കമൻറ്റ് ബോക്സിലിടും. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതേപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റിലെ നേരത്തെ വീഡിയോസ്, അതായത് ആദ്യം ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് പ്രീ പ്രൈമറി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കണം. അതിനകത്തെല്ലാം ഇച്ചിരി കൂടുതൽ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് മിക്ക വീഡിയോസിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുക. പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നഴ്സറി ടീച്ചർ എക്സാം 2018 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ നഴ്സറി ടീച്ചർ എക്സാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ഏതാണ്? കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ചാലക വികാസം, സാമൂഹിക വികാസം, നൈതിക വികാസം, വൈകാരിക വികാസം. ചാലക വികാസം, സാമൂഹിക വികാസം, നൈതിക വികാസം, വൈകാരിക വികാസം. ഇതിലേത് മേഖലയിലാണ് കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയത്? ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, നൈതിക വികാസം. ഓപ്ഷൻ സി, നൈതിക വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, അന്തർദേശീയ ഏജൻസി അല്ലാത്തത് ഏത്? അന്തർദേശീയ ഏജൻസി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ NCERT, ബി യൂണിസെഫ്, സി WHO, ഡി യുനെസ്കോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ NCERT. ഓപ്ഷൻ എ NCERT, അന്തർദേശീയ ഏജൻസി അല്ലാത്തത് NCERT. വികസനാരംഭം തുടങ്ങുന്നത്? ഓപ്ഷൻ എ ശൈശവത്തിൽ, ബി കൗമാരത്തിൽ, സി ഗർഭാവസ്ഥയിൽ, ഡി ബാല്യത്തിൽ. വികസനാരംഭം തുടങ്ങുന്നത് എന്നാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, ഗർഭാവസ്ഥയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗാണു ഏതാണ്? ക്ഷയരോഗാണു ഏതാണ്? ഓപ്ഷൻ എ ബോർഡറ്റെല്ലെ, ഓപ്ഷൻ ബി കോണി ബാക്ടീരിയം, ഓപ്ഷൻ സി മൈക്സോ വൈറസ് പരോട്ടിഡിസ്, ഡി മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലേ. ഏതാണ് ക്ഷയരോഗാണു? നമ്മൾ നേരത്തെ ഇതൊക്കെ ഫസ്റ്റ് നേരത്തെ PSC പ്രീ പ്രൈമറി കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ക്ഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടും പഠിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലേ ആണ് ക്ഷയരോഗാണു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രീ സ്കൂളിനിണങ്ങുന്ന മൂല്യനിർണ്ണയ ഉപാധി ഏതാണ്? പ്രീ സ്കൂളിനിണങ്ങുന്ന മൂല്യനിർണ്ണയ ഉപാധി. ഓപ്ഷൻ എ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, വായിപ്പിക്കൽ, നിരീക്ഷിക്കൽ, എഴുതിപ്പിക്കൽ. ഇത് ഏകദേശം പ്രീ പ്രൈമറി പഠിച്ചവർക്ക് ഏകദേശം അറിയാൻ പറ്റും. ഏതാണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ, വായിപ്പിക്കുന്നതാണോ, നിരീക്ഷിക്കുന്നതാണോ, എഴുതിപ്പിക്കലാണോ? ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, നിരീക്ഷിക്കൽ. പ്രത്യാവർത്തന ശേഷി ഉണ്ടാകുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലകം, ബി രൂപാത്മക മനോവ്യാപാര ചിന്തനം, സി മനോവ്യാപാര പൂർവ്വചിന്തനം, ഡി ഔപചാരിക മനോവ്യാപനം. ഏതാണ് പ്രത്യാവർത്തന ശേഷി ഉണ്ടാവുന്ന കാലഘട്ടം? ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, രൂപാത്മക മനോവ്യാപാര ചിന്തനം. ഓപ്ഷൻ ബി, രൂപാത്മക മനോവ്യാപാര ചിന്തനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ പാവ്ലോവ്, ബി സ്കിന്നർ, സി വാട്സൺ, ഡി തൊണ്ടേക്ക്. പാവ്ലോവ്, സ്കിന്നർ, വാട്സൺ, തൊണ്ടേക്ക്. ആരാണ് പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ബി സ്കിന്നർ. ആരാണ്? സ്കിന്നർ. 18ാമത്തെ ആൻസർ ബി സ്കിന്നർ. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കെയർ, ബി CSWB, സി NCTE, ഡി NIPCCD. ഏതാണ്? ആൻസർ സി, NCTE. ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഏജൻസി NCTE. പരിതോവസ്ഥയുമായി ഇടപെടുന്നതിൻ്റെ ഫലമായി
മാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനിക അംശങ്ങൾ ഏതാണ്? പരിതോവസ്ഥയുമായി ഇടപെടുന്നതിൻ്റെ ഫലമായി മാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനിക അംശങ്ങൾ. ഓപ്ഷൻ എ സ്കീം, ഓപ്ഷൻ ബി സ്കീമ, ഓപ്ഷൻ സി ബിംബം, ഓപ്ഷൻ ഡി പ്രതീകം. ഏതാണ്? ഓപ്ഷൻ ബി സ്കീമ. പരിതോവസ്ഥയുമായി ഇടപെടുന്നതിൻ്റെ ഫലമായി മാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനിക അംശങ്ങൾ സ്കീമ. കുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി. ആരുടെ അഭിപ്രായമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി. ആരുടെ അഭിപ്രായമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആരുടെ അഭിപ്രായമാണ്? ഓപ്ഷൻ എ റൂസോ, ബി ഡ്യൂയി, സി പെസ്റ്റലോസി, ഡി ഫ്രോബൽ. ഓപ്ഷൻ എ റൂസോ, ബി ഡ്യൂയി, സി പെസ്റ്റലോസി, ഡി ഫ്രോബൽ. ആരുടെയാണ്? ഓപ്ഷൻ സി പെസ്റ്റലോസി. കുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി. ആരുടെ അഭിപ്രായമാണ്? പെസ്റ്റലോസി. പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? ഓപ്ഷൻ എ 7 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 5 പ്രാവശ്യം, ഡി 6 പ്രാവശ്യം. എത്ര തവണയാണ്? ഓപ്ഷൻ എ 7 പ്രാവശ്യം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോറടിക്കും. നമ്മൾ ഒത്തിരി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ 2 പേജായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് കേൾക്കുക. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച് അതിനെ മനസ്സിൽ ഉറപ്പിക്കുക. എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാതെ കാണാം.